മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഹെവൻലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. പേര് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഡ്രം സ്റ്റിക്കാണ്, അതായത് ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 8 പീസും കണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മൊത്തം ഇതിങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം. പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, ആ 3 സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ നമ്മൾ സ്റ്റീം കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം താഴത്തെ തട്ടിൽ വെള്ളം ഒഴിച്ച് പൊട്ടറ്റോ പുഴുങ്ങാൻ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആവി കയറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് തിരുമ്മി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്തപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് കറുവപ്പട്ടയുടെ തണ്ടും ഇല, ജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നേരത്തെ എടുത്ത് വെച്ചത്, ഉണക്കമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് ഗ്രാമ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വിതറി നമുക്ക് സ്റ്റീം കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് വരുന്നത്. നമ്മുടെ ഈ മസാലയുടെയൊക്കെ കൂടെ ഒരു നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അതുണ്ടോ, അതെ, ഏകദേശം ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10, 15, 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ താഴെ കിടന്നിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ഈ ചിക്കൻ നമുക്ക് ഇതിൻ്റെ എല്ലിൽ നിന്നെല്ലാം ഒന്ന് വിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ല് നമുക്ക് മാറ്റി വെക്കാം, അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തപ്പം വെച്ചിരുന്ന മസാലകളുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ആ ഇല മാത്രം മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ. ആ ഒരു സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഞാൻ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു വലിയ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇത് നന്നായിട്ട് നമുക്ക് ഇവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റി. അപ്പോൾ ഈ പാത്രത്തിലിട്ടപ്പോൾ എനിക്കത് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും പാത്രം മാറ്റേണ്ട വന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വലിയൊരു പാത്രം തന്നെ നമുക്ക് എടുക്കാം. എന്നാലാണ് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. കാരണം പൊട്ടറ്റോയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിലോട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു 2 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ഒരു മൈദയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ്റെ നമ്മൾ എല്ല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ എല്ലിലോട്ട് നമുക്കിത് ഇതേപോലെ കുത്തി അതിലൊന്ന് ഫിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ വീണ്ടും നമ്മളുടെ ഒരു ലോലിപോപ്പൊക്കെ ഇല്ലേ പിള്ളേർ കഴിക്കുന്നത്, ആ ഒരു ഷേപ്പിലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ മസാല മൊത്തം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും കൂടെ എടുത്ത് വറുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 സ്റ്റിക്കായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അല്ലേ, അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ വറുത്ത് കോരി വെക്കണതിന് മുന്നേ തന്നെ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ ഞാനൊരു 6 പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ബാക്കി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു ചീനിച്ചട്ടി വയ്ക്കുന്നു, അതിലോട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടേ ഇത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് ആ എല്ലിൽ നിന്നെല്ലാം വിട്ടുപോയിട്ട് അത് എണ്ണയിലൊക്കെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളിങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ഒരു രസമല്ലേ. എന്നും ഈ ചിക്കൻ കറി മാത്രം കഴിച്ച് അതൊരു സുഖമുള്ള പരിപാടിയല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊരു വെറൈറ്റി പിടിക്കാം അല്ലേ. അപ്പോൾ ഇതേ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോരോ നമ്മളുടെ ലോലിപോപ്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു തീക്കട്ട കളറിലാട്ടോ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് ഭയങ്കര സൂപ്പർ കളറിലാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയാട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തു. പിന്നെ 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ വറുത്തത്. അത് തിങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 3 എണ്ണം കോരി മാറ്റി വെച്ചപ്പോൾ തന്നെ നമ്മുടെ കുട്ടീസ് അതുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് വീഡിയോയിൽ പിക്ചർ കാണിക്കാനായിട്ടില്ല കേട്ടോ. അതായത് 6ഉം വറുത്തത് എനിക്ക് കാണിക്കാനായിട്ടില്ല. സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഹെവൻലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ലോലിപോപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ എന്ത് വേണമെങ്കിലും നമുക്ക് പേരിട്ട് വിളിക്കാം. അപ്പോൾ ഇത് എനിക്ക് രണ്ടാമത് വറുത്ത 3 എണ്ണമാണ് എനിക്ക് പിക്ചർ എടുക്കാനായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ കട്ട്ലേറ്റ് പോലെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ഗൈസ്. ബൈ.